ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. മഴ കണ്ടപ്പോഴേ ജോലി ചെയ്യാനുള്ള എല്ലാം മൂടുപോയി. എന്നാലൊന്നും ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. അങ്ങനെ എന്ത് കറി വെക്കുന്നുള്ള ആലോചിച്ചിരുന്നപ്പോഴാണ് ഉണ്ണിയേട്ടൻ ഇന്നലെ കൊണ്ടുവന്ന ഒരു പൂവിനെ കുറിച്ച് ഓർത്തത്. അവനെ ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ആ കറിക്ക് വേണ്ടി തേങ്ങയും ഉള്ളിയും അതൊക്കെ റെഡിയാക്കി എടുക്കണേ, ആ പണി അങ്ങ് തീരുമല്ലോ. ഇതൊരു മെനക്കെട്ട പണിയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ പോയി അവനെ എടുത്തു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലവർ തോരൻ വെച്ച് കൂട്ടാൻ പോണത്. ഇതിൻ്റെ ഇല ഞാൻ തോരൻ വെച്ച് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ഫ്ലവർ ആദ്യമായിട്ടാണ് വിൽക്കുന്നതുമാണ് കൂട്ടുന്നതുമാണ്. എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം അല്ലേ. എന്തായാലും മഴയൊക്കെ അല്ലേ, ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് തുടങ്ങാം. നല്ല ദാഹമുണ്ട്. ഇവിടെ പിന്നെ മഴയാണെങ്കിലും ചൂടിന് ഒരു കുറവുമില്ല. എന്ത് ഫ്ലവറാന്ന് ഞാൻ പറഞ്ഞല്ലോ, അഗസ്തിപ്പൂവ്. എല്ലാവരും ഇതൊക്കെ തോരൻ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക, അല്ല ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം എങ്ങനെ ഇത് വെക്കണമെന്നൊന്നും അറിയത്തില്ല. എന്നാൽ എൻ്റെ ഒരു ഐഡിയയിൽ എല്ലാ കറികളും തോരൻ വെക്കുന്ന പോലെ അങ്ങ് വെക്കാൻ നിർത്തും. അങ്ങനെ ഞാൻ അഗസ്തിപ്പൂവൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. നല്ല രസമുണ്ടല്ലോ ഇത് കാണാനായിട്ട് തന്നെ. ഇതിൻ്റെ വൈറ്റ് റോസും ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് കിട്ടിയതെല്ലാം വൈറ്റാണ്. അങ്ങനെ അതെല്ലാം കഴുകി കുട്ടപ്പനാക്കി എടുത്ത് അതിന് ശേഷം അത് കുഞ്ഞു നമുക്ക് അരിയണം. അതെല്ലാം അരിഞ്ഞെടുത്ത് പുറത്തോട്ട് നോക്കിയിരുന്ന് അരിയാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല മഴ പുറത്തിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനൻ്റെ അവിടെ പോയിരുന്ന് അരിയാൻ നോർത്തു. ആ മഴയുടെ കൂടെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. കുറുക്കൻ്റെ കല്യാണമെന്ന് തോന്നേ. കുറുക്കനും ജീവിക്കണ്ടല്ലേ. അവർ കല്യാണമൊക്കെ ജീവിക്കട്ടെ, നമുക്ക് കറി വെക്കാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ അതൊക്കെ കുനുകുനാന്നരിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ സബോളയും കുനുകുനാന്നരിഞ്ഞു. അങ്ങനെ കറിക്കുള്ള അല്ലറ ചില്ലറ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കറിയിലോട്ട് കിടക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിട്ട് അരപ്പൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കരിവേപ്പില ടേസ്റ്റിന് ഇട്ടേക്കാം. പിന്നെ അതിലോട്ട് നമ്മുടെ അരപ്പിട്ട് നല്ലപോലെ പച്ചമണം മാറ്റിയെടുക്കണം. കുറച്ച് നേരം നമ്മുടെ അരപ്പ് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് വേകട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇച്ചിരി ടേസ്റ്റുള്ള പരുവത്തിലേക്ക് വരട്ടെ. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ അഗസ്തിപ്പൂവും സബോളയും എല്ലാം കൂടെ ഇട്ടയിലോട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇവനെ ഇളക്കി പൊത്തി വെക്കണം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് അഗസ്തിപ്പൂവിൻ്റെ കൂടെ അരിഞ്ഞിടാം. ഞാൻ അരപ്പിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് ഇട്ടില്ല. അങ്ങനെ അവനെ നമുക്കവിടെ വേകാൻ വേണ്ടി മൂടി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അഗസ്തിപ്പൂ കരിഞ്ഞു പോകും. കരിഞ്ഞാൽ പിന്നെ കാശിന് കൊള്ളൂല, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ അഗസ്തിപ്പൂ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എൻ്റെ കിച്ചൂടിനെ ഉറക്കിയതിന് ശേഷമായിരുന്നു ഞാൻ ഈ കറി വെക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. എന്തായാലും കറിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കിച്ചൂടനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആശാന് കാണിച്ചു കൊടുത്തു, പക്ഷെ വലിയ ഭാവമാറ്റമൊന്നും ഇല്ലായിരുന്നു. നല്ല ഉറക്കത്തിൽ നിന്നിട്ട് നല്ല ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ചോറും കൂട്ടി അങ്ങ് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.